ഹലോ, എല്ലാവരും സേഫായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദിക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സന്ദർഭത്തിൽ കൊറോണ എന്ന മഹാമാരി, ഒരു ചെറിയൊരു വൈറസ്, കണ്ണിൽ കാണാൻ പറ്റാത്തൊരു ചെറിയൊരു വൈറസ് ഇങ്ങനെ നാട്ടിലിങ്ങനെ എന്താ പറയണ്ടേ കൂടുതലായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നാട്ടിലുള്ള എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ആക്ച്വലി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോക്കിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ചെറിയൊരു മെസ്സേജ് നന്ദിക്കാരൻ്റെ ചാനലിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നൊരു ചെറിയൊരു മെസ്സേജ്. ഒന്നുമല്ല, ഇപ്പം നമ്മുടെ UAE സംബന്ധിച്ചിട്ട് UAE കൊറോണ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വൈറസ് UAE മാത്രമല്ല GCCയിലെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ്. പക്ഷേ UAE സംബന്ധിച്ചിട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡെയിലി 800-900 വരെ എത്തിയ വൈറസ് രോഗമുള്ള ആൾക്കാർ ഇപ്പം വളരെ കുറവാണെന്ന് വെച്ചാൽ ഒരുപാട് പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട് UAE ഗവൺമെൻറ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ഗവൺമെൻറ് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ഗവൺമെൻറ് എന്തെല്ലാം നിയമങ്ങളാണോ ഇതിൻ്റെ കാര്യത്തിൽ ജനങ്ങളോട് പറയുന്നത് അതിന് കണക്കായിട്ട് ജനങ്ങൾ നിയമത്തിനെ പേടിച്ചിട്ടും അത് മാത്രമല്ല കൊറോണ വരരുത് എന്നുള്ള ഒറ്റൊരു താല്പര്യം ഉള്ളത് കൊണ്ടുമാണ് അത് ജനങ്ങൾ അത് അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇതിപ്പം നിൽക്കാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പുറത്തേക്ക് ആ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നത് നിർബന്ധമായി വിലക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൈന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പുറമെ രാത്രി കാലങ്ങളിൽ 6 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ, 10 മണി വരെ, അങ്ങനെയുള്ള ഇവിടെ പുറത്തിറങ്ങുന്നതിനുള്ള നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത്ര നിയന്ത്രിച്ചു. കാരണം വെച്ചാൽ ആരും പുറത്തിറങ്ങരുത്. കാരണം ആ ഗവൺമെൻറ് ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പാർക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബസാറുകൾ, മാർക്കറ്റുകളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ ഒക്കെ ശുചീകരണ യജ്ഞം നടക്കുകയായിരുന്നു. അങ്ങനെ നടത്തി ഇപ്പോൾ ഒരുപാട് പിടിച്ചുകെട്ടാൻ പറ്റി. പക്ഷേ ഗവൺമെൻറ് എന്ത് പറയുന്നോ അതുപോലെ നമ്മൾ ഇവിടെയുള്ള പ്രവാസികളായിക്കോട്ടെ, ഇനിയിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ ഒക്കെ അതിന് കണക്കായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് കൊറോണ എന്ന വൈറസിനെ UAE സംബന്ധിച്ചിട്ട് ഒരുപാട് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാരോട് ചെറിയൊരു മെസ്സേജ്: നിങ്ങൾ ഈ അനാവശ്യമായിട്ട് പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി കുറച്ച് കാലത്തെങ്കിലും, കുറച്ച് ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്, കുറച്ച് കാലത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത്ര അത്യാവശ്യമായിട്ടുള്ള, അതായത് മെഡിസിൻ പോലുള്ള കാര്യങ്ങളും വാങ്ങിക്കാൻ മാത്രം പുറത്തിറങ്ങുക. മറ്റുള്ള അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് അടുത്തുള്ള സ്ഥാപനങ്ങൾ, മീൻസ് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അരികളായിക്കോട്ടെ, മറ്റു ഭക്ഷ്യ സാധനങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഷോപ്പുകളോ കാര്യങ്ങളോ നമുക്ക് കിട്ടാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി ടൗണിലേക്ക് പോകുന്നത് ഒഴിവാക്കുക. പരമാവധി അനാവശ്യമായിട്ട് പോകുന്നത് എല്ലാ പരിപാടികളും നിർത്തി വെക്കുക. കുറച്ച് കാലത്തേക്ക് പരമാവധി നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വിട്ടിട്ട് അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകുന്നത് ഒഴിവാക്കുക. അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കുക. ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ പരമാവധി മാസ്ക് വെക്കുക. അത് മാസ്കെല്ലാം വെക്കാൻ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ നമ്മളെ ഓരോരുത്തർ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരാൾ പുറത്ത് പോയിട്ട് ഏത് വഴിക്കാണ് ഇത് സമ്പർക്കത്തിലൂടെ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി അയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്, ഈവൻ അയാൾക്ക് ഈ ഒരു സംഭവം വൈറസ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ സുരക്ഷിതരാണോ? അല്ല. ഇനിയിപ്പം വീട്ടിൽ മാത്രമല്ല, ഇനിയിപ്പം ഞങ്ങളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അവരും മനുഷ്യന്മാർ തന്നെയാണ്. ഇനി ജില്ലാ ഭരണകൂടം ആയിക്കോട്ടെ, അവരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്കുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യം. അപ്പോൾ നമ്മൾ പരമാവധി അതെല്ലാം ആലോചിക്കുക. നമ്മളെ കുടുംബത്തിലെ മാത്രമല്ല, നാട്ടിലുള്ള ആൾക്കാരെ ആലോചിക്കുക. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ആലോചിക്കുക. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിലുള്ള ആൾക്കാരെ ആലോചിക്കുക. ഒക്കെ ആലോചിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് ബാധിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്. അത്രയും പ്രശ്നങ്ങളാണ് അവർക്കും ഉണ്ട് കുടുംബങ്ങൾ, അതായത് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് കുടുംബങ്ങൾ, കുട്ടികൾ ഒക്കെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അനാവശ്യമായിട്ട് പുറത്ത് പോകുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ തരുന്ന മെസ്സേജ് ഒരു തെറ്റായിട്ട് ആരും എടുക്കരുത്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്നെപ്പോലത്തെ ആൾക്കാർ ചില സമയം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ അടുത്തൊന്ന് കൂട്ടമായി ഇരുന്നിട്ടൊന്ന് സൊറ പറയുക, മീൻസ് എല്ലാവരും കൂട്ടമായി ഇരുന്നിട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മൊത്തമായിട്ട് ഒഴിവാക്കുക. പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുക.
ഇനി ഈവൻ നമ്മുടെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വരികയാണ്, അടുത്തുള്ള വീട്ടുകാർ തന്നെ വരുമ്പോൾ നമ്മൾ പരമാവധി തമ്മിൽ എല്ലാവരും ഇപ്പോൾ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ഒക്കെ മാസ്ക് ഇട്ടിട്ട് മാത്രം നമ്മൾ അഭിമുഖീകരിക്കുക. ഇപ്പോൾ ഒരു വീട്ടിലുള്ള അയൽവാസി നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഇട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോടും പറയാം മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൽ ആരും ഒരു കുറ്റപ്പെടുത്തൊന്നും വേണ്ട, ഞാൻ അവിടെ പോകുന്നതുകൊണ്ട് മാസ്ക് ഇട്ട് അതിൽ കുറ്റപ്പെടുത്താൻ വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാവരും അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഒരു സംഗതിയാണ്. അവരവരുടെ സുരക്ഷ മാത്രമല്ല, നാടിനുള്ള സുരക്ഷ, നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം നമുക്ക് എപ്പോഴും സുരക്ഷിതമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന ജില്ലാ ഭരണകൂടങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണിത്. നമ്മുടെ എല്ലാവരെയും ആലോചിക്കാം. നമ്മളെ വീട്ടുകാർ മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ, കൊറോണ എന്ന വൈറസിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടുകാരെ മാത്രമല്ല നമ്മളെല്ലാവരെയും. അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള പുറത്തേക്ക് പോക്ക് പരമാവധി ഒഴിവാക്കുക. പരമാവധി ഗവൺമെൻറ് എന്താ പറയുന്നത് അതിന് കണക്കായിട്ട്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് പോകരുത്. അനാവശ്യമായിട്ട് വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് ശേഷം ഒന്ന് പുറത്തിരിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി കംപ്ലീറ്റ് ഒഴിവാക്കുക. അതുപോലെ തന്നെ മാസ്ക് ഇടാതെ പുറത്തുനിന്ന് വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, മാസ്ക് ഇടുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പരമാവധി ദേഹശുദ്ധി വരുത്തുക, എന്നിട്ട് മാത്രം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുക. അതെല്ലാം പരമാവധി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിനെ നമുക്ക് ഒരുപാട് അകറ്റി നിർത്താം. ഇനി അഥവാ ഒരാൾ അശ്രദ്ധ കൊണ്ട് ചില സമയം ഒരുപാട് ആൾക്കാർക്ക് ഈ വൈറസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരാൾ പുറത്ത് പോയിട്ട് നമുക്ക് സമ്പർക്കത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിൽ അത് കയറി പറ്റിയിട്ടുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് അത് പിടിച്ചിട്ടുണ്ട്, ആ വൈറസ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരുമായി ഇടപെടും, അതുപോലെ അങ്ങനെ സമ്പർക്കത്തിലൂടെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി ശ്രദ്ധിക്കുക. കുറച്ച് കാലത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസത്തേക്ക്, അല്ലെങ്കിൽ 1 മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ചത്തേക്ക് നമ്മൾ പരമാവധി പുറത്ത് പോവാതെ പരമാവധി ഓടിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ഈ പുറത്ത് പോയിട്ടുള്ള, നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ മാത്രമല്ല നാട്ടുകാരുടെ ജീവൻ, അതുപോലെ തന്നെ എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് മനസ്സ് വെക്കുക. അതാണ് വേണ്ടത്. ഈ ഒരു മെസ്സേജ് നന്ദിക്കാരൻ്റെ എൻ്റെ ചാനലിലൂടെ ഞാൻ തരുന്നത് ചെറിയൊരു മെസ്സേജ്. അത് ആരും തെറ്റായിട്ട് എടുക്കുന്നു വേണ്ട, കാരണം തെറ്റായിട്ട് എടുക്കരുത്. കാരണം വെച്ചാൽ ഞാൻ തെറ്റായതൊന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെ ചാനലിലൂടെ എനിക്ക് തരാൻ പറ്റുന്നൊരു മെസ്സേജ്, അതായത് എല്ലാവരും ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കെല്ലാം ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ളൊരു എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിനായിരിക്കും. ഇത് നന്ദിക്കാരൻ്റെ ചാനലിലൂടെ നന്ദിക്കാരൻ പറഞ്ഞതിനെ കൊണ്ട് ചെയ്യണം അതൊന്നുമില്ല, എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും. എങ്കിലും എൻ്റെ ചാനലിലൂടെ എനിക്ക് തരാൻ പറ്റുന്ന എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലത് വരാനും അതുപോലെ നല്ലത് ചെയ്യാനും വേണ്ടിയിട്ട് തരുന്നൊരു മെസ്സേജായിട്ട് കണക്കാക്കുക. മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു വാക്സിൻ. ഇപ്പോൾ ഒരുപാട് വാക്സിൻ ഇപ്പം ഏകദേശം റെഡിയായി വരുന്നുണ്ട് എന്നുള്ള, എന്തായാലും 2-3 മാസം 4 മാസം എന്നുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ എത്രയും പെട്ടെന്ന് അത് വരട്ടെ, എല്ലാവർക്കും അതിനെക്കൊണ്ടൊരു ഗുണമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുക. അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പരമാവധി അനാവശ്യമായിട്ട്, ഒന്നുകൂടി ഞാൻ പറയാം, പരമാവധി അനാവശ്യമായിട്ടുള്ള പുറത്തുപോക്ക്, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒക്കെ കൂട്ടമായി നിൽക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. ഈ ഒരു മെസ്സേജ്, ചെറിയൊരു മെസ്സേജ് നിങ്ങളെല്ലാവരും അംഗീകരിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാവരും ഈ മെസ്സേജുകളെല്ലാം എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അംഗീകരിക്കാം. പുറത്തുനിന്ന് വരുന്ന ജോലിക്കാരായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു വീട്ടിലേക്ക് എന്തും ജോലിക്കാർ വന്നോട്ടെ, എല്ലാവരും അന്യോന്യം ഇടപഴകുമ്പം പരമാവധി മാസ്ക് ഇടുക. എല്ലാവരും ഇപ്പോൾ ജോലിക്കാരായിക്കോട്ടെ, ഇനിയിപ്പം വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, അതിലൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യത്തിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വൈറസ് വേറെ എവിടത്തേക്കും പകരരുത്. ഇനിയിപ്പം എനിക്കുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് പകരരുത് എന്ന നമ്മുടെ മനസ്സിലുള്ള ആ ചിന്താഗതിയോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ നടക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പം വേറെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് എനിക്ക് പകരരുത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് വെക്കുന്നത്. ഞാൻ അധികം കൂടുതൽ സമ്പർക്കത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ലെവലിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വാക്സിൻ എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്
എല്ലാവർക്കും ഗുഡ് ബൈ. ഈ മെസ്സേജ് ഒരു നല്ലതായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെസ്സേജ് ചില സമയം ചില ആൾക്കാർക്ക് ഗുണപ്പെടും. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ചില ആൾക്കാർക്ക് ചില സമയം അതൊരു ഗുണമായിട്ട് കിട്ടും. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ എല്ലാവരും നല്ലതായി, അതായത് സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.